Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. ST. In today's class, we are going to discuss about interference of light. Actually, this topic is common for both degree students and for engineering students. Because of that, all the students can refer this lecture for their studies. We know that light shows many physical properties in the nature like reflection, refraction, dispersion, diffraction, interference, polarization, photoelectric effect, Compton effect, like that it is continuing. So in our lecture, and this property is mainly due to the dual nature of light. Sometimes it shows the particle nature, sometimes it shows the wave nature. And in our lecture, we discusses about interference of light, and it is due to the wave nature of light. Okay, so before going into the topic, we want to know some terms that represents a wave, because while we are discussing, we come across many terms like amplitude, crest, trough, and phase difference. അങ്ങനെയൊക്കെ ചില വാക്കുകൾ കേൾക്കുമ്പം നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ടേംസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. So this is a pictorial representation of a wave. We all know that this peak point is called the crest of the wave, and this peak at this negative direction is called the trough. Okay, crest, trough. Then what is amplitude? Amplitude is the maximum displacement of the wave from the mean position. അതായത് ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ, ആൻഡ് മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് then what is a wavelength? Wavelength is the distance between two adjacent crust. ഈ രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് റെപ്രസെന്റ് ചെയ്യാം, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ലാംഡ, ആൻഡ് ദ യൂണിറ്റ് ഈസ് ഇൻ SI യൂണിറ്റ് മീറ്ററിലാണ്, പക്ഷെ ചിലപ്പോൾ ആംസ്റ്റത്തിലും യൂസ് ചെയ്യാറുണ്ട്. ആംസ്റ്റം, നാനോമീറ്റർ, ഇതെല്ലാം വേവ് ലെങ്തിനെ റെപ്രസെന്റ്, ലെങ്ത്തിന്റെ ഏത് യൂണിറ്റും നമുക്ക് വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കാരണം ഇത് ലെങ്ത് അല്ലേ, ഡിസ്റ്റൻസ് അല്ലേ പറയുന്നത്. സോ രണ്ട് ക്രസ്റ്റ് തമ്മിലെ ഡിസ്റ്റൻസ് വേവ് ലെങ്ത്, അതേപോലെ രണ്ട് ട്രഫ് തമ്മിലെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലാംഡ, വേവ് ലെങ്ത് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ ബൈ ഡെഫിനിഷൻ നിങ്ങൾ പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റന്റ് ക്രസ്റ്റ് ഓർ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റന്റ് ട്രഫ് എന്ന് പറഞ്ഞാൽ മതിയാകും. ഓക്കെ, വേവ് ലെങ്ത്. ആൻഡ് ദെൻ വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് എ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. സോ ഇതാണ് ഒരു ഓസിലേഷൻ. വൺ ഓസിലേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്നു, ഒരു സിംഗിൾ ഓസിലേഷൻ. അപ്പൊ ഒരു സെക്കൻഡില് ഇങ്ങനത്തെ ഒരു 5 ഓസിലേഷൻ ഉണ്ടെന്ന് വെച്ചു, 5 ഓസിലേഷൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി എന്തായിരിക്കും? 5 ഹേർട്സ് ആയിരിക്കും. യൂണിറ്റ് വരുന്നത് ഹേർട്സിലാണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി, represented by the letter mu, or sometimes it is represented by the letter small letter f. Unit is hertz. Okay, and then what is phase? Phase is a quantity used to representing the state of the wave. At a time ഈ വേവിന്റെ സ്റ്റേറ്റ് എവിടെ എത്തി എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫേസ് എന്ന് പറയുന്നത്. ഫേസ് കുറച്ചുകൂടെ മനസ്സിലാവുക, ഫേസ് ഡിഫറൻസ് എന്താന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുക. അപ്പൊ നമുക്ക് ഫേസ് ഡിഫറൻസ് എന്താന്ന് നോക്കാം. അപ്പോ ഫേസ് ഡിഫറൻസ് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ടു വേവ്സ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം t. ഓക്കെ, ഡെഫിനിഷൻ ഒക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇവിടെ ഞാൻ 2 വേവ് വരച്ചിട്ടുണ്ട്. കളർ കോൺട്രാസ്റ്റിൽ വരച്ചേക്കുന്നത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഒരു വേവ് ഉണ്ട്, ഫസ്റ്റ് വേവ്, ഇവിടെ ഒരു സെക്കൻഡ് വേവ് ഉണ്ട്. ഈ 2 വേവിന്റെയും ക്രസ്റ്റ് വരുന്ന കണ്ടോ, ഒരേപോലെയാണ് ക്രസ്റ്റ്, ഒരേപോലെയാണ് ട്രഫ് വരുന്നത്, കണ്ടോ? അപ്പൊ ഈ 2 വേവും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരേ ഫേസിലാണ്, അതായത് അറ്റ് എ ടൈം ഒരേപോലെയാണ് അതിന്റെ ക്രസ്റ്റും ട്രഫും വരുന്നത്. Crust and trough coincide each other, so they are in phase, or otherwise we can assert that the phase difference of this wave is 0. 0 ആണ് ഈ വേവിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് നമുക്ക് പറയാം. കണ്ട, ഇവിടെ ഒരേപോലെ പോകുന്നു. ഈ ടൈമിൽ ഇവിടെ എത്തി, ഒരേപോലെയാണ് അത് എത്തിയേക്കുന്നത്, അതിന്റെ പൊസിഷൻ കണ്ടോ? അപ്പൊ ഇതിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതേസമയത്ത് ഈ രണ്ടാമത്തെ വേവ് നോക്കിക്കേ. ഈ രണ്ടാമത്തെ വേവിന്റെ ഇവിടെ ഈ വേവിന്റെ 0 ആയിരുന്നപ്പം, മിനിമം ആയിരുന്നപ്പം, സെക്കൻഡ് വേവിന്റെ എന്ത് വന്നു? മാക്സിമം വന്നു.
ഇനി ഈ വേവിന്റെ മാക്സിമം ഇവിടെ വന്നപ്പോ സെക്കൻഡ് വേവിന്റെ എന്ത് വന്നു? മിനിമം വന്നു. കണ്ടോ? അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ സൈൻ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാല് sin 0 0, sin π/2 is 1. ഓക്കെ, അപ്പൊ ഇവിടെ sin 0 0, sin π/2 എന്ന് പറയുമ്പോൾ 1 അല്ലെങ്കിൽ മാക്സിമം വന്നു. cos 0 1 ആണ്, മാക്സിമം cos π/2 is 0. കണ്ടോ? അപ്പൊ ഈ രണ്ട് വേവ് തമ്മിൽ, ഇതൊരു കോസൈൻ വേവും ഇതൊരു കൊസൈൻ വേവും ആണ്. സോ ദ ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ് ഈസ് π/2. മനസ്സിലായോ? അപ്പൊ അത് ഈ രണ്ട് വേവിന്റെ റെപ്രസെന്റ് ചെയ്യുമ്പം ഇതിന്റെ സ്റ്റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? π/2 ആയിരിക്കും. ഇവിടെയോ 0 ആണ്. This phase difference is usually represented in units radians and may vary from 0 to 2π. 0 തൊട്ട് 2π വരെ വേരി ചെയ്യാം. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് 0 phase difference ഉള്ള രണ്ട് വേവ്സും π/2 phase difference ഉള്ള രണ്ട് വേവ്സ് ആണ്. Okay, so this is the phase difference. The difference in the position of the two waves at a given point in time t is called the phase difference. And next is path difference. Path difference is the difference in the distance traveled by the two waves from their respective sources to a common point. ഈ പിക്ചർ ഞാനിവിടെ വരച്ചേക്കുന്നത് ഇന്റർഫറൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചറാണ്. അത് വെച്ചിട്ടുള്ള ഒരു പാത്ത് ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഇപ്പൊ രണ്ട് സോഴ്സ് ഉണ്ട്, ഒരേ സ്ഥലത്ത് തന്നെയുള്ള രണ്ട് സോഴ്സ് ആണ്. ആൻഡ് ദി സോഴ്സ് ഇസ് എമിറ്റ്സ് ലൈറ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഞാനിപ്പോ ഈ ഒരു പോയിന്റ് ആണ് സ്ക്രീനിൽ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഈ ഒരു ലൈറ്റ് ഇവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്ന ഒരു പാത്ത് ഡിഫറൻസ് അല്ല, ഡിസ്റ്റൻസ് അല്ല ഈ ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു വേവ് കണ്ടോ, കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പം the difference in the distance traveled by the two waves from their respective sources to a common point is called the path difference. Okay, path difference എന്താന്ന് മനസ്സിലായല്ലോ, phase difference എന്താന്ന് മനസ്സിലായല്ലോ. path difference എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. phase difference എന്ന് പറയുന്നത് ഫേസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഈ രണ്ട് പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഡെൽറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു എക്സ്. ഈ 2π/λ എന്ന് പറയുന്നതിനെ കെ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കെ ഈസ് കോൾഡ് ദ propagation constant or wave vector, or we can write delta is equal to kx. You have to remember both these equations while you are doing problems depending on the values they are given. If they are given the propagation constant, then you have to use this equation. If they are given the value lambda of the wave, then you have to use this first equations. അപ്പൊ അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്റർഫറൻസ്. അത് ബിഫോർ ദാറ്റ് നിങ്ങൾ പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. മോണോക്രോമാറ്റിക് സോഴ്സ് എന്താണ്, കൊഹറന്റ് സോഴ്സ് എന്താണെന്നുള്ളത്. മോണോക്രോമാറ്റിക് സോഴ്സ് എന്ന് പറയുമ്പോൾ ദിസ് സോഴ്സസ് എമിറ്റ്സ് ലൈറ്റ്സ് ഹാവിംഗ് വേവ്സ് ഹാവിംഗ് സെയിം ഫ്രീക്വൻസി. ഒരേ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു മോണോക്രോമാറ്റിക് സോഴ്സ് ആണെന്ന് പറയാം. അതിന് എക്സാമ്പിള് നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സോഡിയം വേപ്പർ ലാമ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒരു മഞ്ഞ കളർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന അത് എന്ന് പറയുന്നത് ഒരേ ഫ്രീക്വൻസി ആയിരിക്കും. അതേസമയം കൊഹറന്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ എമിറ്റ് ലൈറ്റ് ഹാവിങ് സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം ഫേസ്, ഒരേ ഫേസും ഒരേ ഫ്രീക്വൻസിയും ഒക്കെ ഉള്ള ലൈറ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേസർ ലൈറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ലേസർ ലൈറ്റ് ഇപ്പൊ റെഡ് കളർ ലേസർ ലൈറ്റ് ആണെങ്കിൽ സിംഗിൾ കളറാണ്, സോ ഫ്രീക്വൻസി സെയിം, ബട്ട് ദ ഫേസ് ഈസ് ഓൾസോ സെയിം. ആ ഫേസോടെ സെയിം ആയതുകൊണ്ട് തന്നെ ലേസർ ലൈറ്റ് എന്ന് പറയുന്നത് ഹൈലി ഇന്റൻസ് ആയിരിക്കും, ഭയങ്കര പവർഫുൾ ആയിരിക്കും. സോ ദീസ് ആർ ദ മോണോക്രോമാറ്റിക് സോഴ്സ്, അബൌട്ട് മോണോക്രോമാറ്റിക് സോഴ്സ് ആൻഡ് കൊഹറന്റ് സോഴ്സ്. ഇൻ ഇന്റർഫറൻസ് വി നീഡ് കൊഹറന്റ് സോഴ്സ്. അതുകൊണ്ടാണ് ഞാൻ കൊഹറന്റ് സോഴ്സ് എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. Now we are going to discuss about the core of our topic, that is interference. So interference is a redistribution of light intensity due to the superposition of two light waves. ഇപ്പൊ ഡെഫിനിഷൻ നോക്കുന്നതിന് മുന്നേ നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം, പിക്ചർ നോക്കാം, അതാ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് വേവ്സ് നിങ്ങൾ നോക്കണം. ആ സൈഡ് നോക്കണ്ട, ഈ ഒരു സൈഡിൽ ഞാൻ പല ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പല ഷെയ്ഡ് യൂസ് ചെയ്തേക്കുന്നത്
ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, റിസൾട്ടന്റ് വേവ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരിക്കലും ഇന്റർഫറൻസ് നമുക്ക് പല കളർ ഓഫ് ലൈറ്റ് വെച്ച് കിട്ടില്ല. കൊഹറന്റ് ലൈറ്റ് ആയിരിക്കണം, അത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വേവ്. അപ്പൊ ഫസ്റ്റ് വേവില് നിങ്ങൾ നോക്കിക്കേണ്ട, ആംപ്ലിറ്റ്യൂഡ് ഹയർ ആണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കുറവാണ്. ഈ രണ്ട് വേവും മീറ്റ് ചെയ്യുവാണ്, സ്ക്രീനിൽ വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ ആഡഡ് അപ്പ് ആയിട്ട് ഒരു ഇൻക്രീസ്ഡ് ഇന്റൻസിറ്റി ഉള്ള വേവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇവിടെ ദർ ഇസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടു വേവ്സ് വിച്ച് ആർ ഇന്റർഫിയറിംഗ്. ഓക്കെ, അതേസമയം ഇവിടെ നോക്കിക്കേ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ ശരിക്കും കുറച്ച് ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുമൂലം ഇവിടെ ഒരു ക്രസ്റ്റും ഇവിടെ ചെറിയ ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു ട്രഫുമാണ് മീറ്റ് ചെയ്യുന്നത്. ആ പൊസിഷനിൽ വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇന്റൻസിറ്റി മിനിമം ആയിരുന്നു, പക്ഷെ ഈ കേസിൽ നമ്മൾ ഇന്റൻസിറ്റി മാക്സിമം ആയിട്ട് വന്നു. ദാറ്റ് ഈസ് ദെയർ ആർ ടു ടൈപ്സ് ഓഫ് ഇന്റർഫറൻസ്, constructive interference and destructive interference. In constructive interference, we get a resultant wave having increased intensity or amplitude, while in destructive interference, we get a resultant wave have a decreased amplitude or decreased intensity. So, what is the definition of interference? It is a redistribution of light intensity due to the superposition of two light waves. ഈ സൂപ്പർ പൊസിഷൻ എന്നുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇന്റർഫിയർ ചെയ്യുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. സോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, when two or more waves travel in a medium simultaneously, the resultant displacement at each point of the medium at any instant is equal to the vector sum of the displacement produced by the two waves. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഡെഫിനിഷൻ കുറച്ച് ലെങ്തി ആണ്, പക്ഷേ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. സോ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഡെഫിനിഷൻ ആസ് സച്ച്. That is, when two or more waves travel in a medium simultaneously, the resultant displacement at each point of the medium at any instant is equal to the vector sum of the displacement produced by the two waves. With this lecture, we discusses about the main phenomena associated with the light and what are the physical parameters that associated with the wave nature of light. That is, amplitude, frequency, crust, trough, then phase difference, and then we studied about the relation connecting phase difference and path difference, and then we discussed about interference, constructive interference, destructive interference, and the superposition principle. Hope you all enjoyed my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.